ഹലോ ഗൈസ്, നമ്മുടെ ഓസ്ട്രേലിയത്തെ ഫസ്റ്റ് ഓണം. ഓണം ആയിട്ടില്ല, പക്ഷേ എന്നാലും ആദ്യത്തെ ഓണാഘോഷം നമ്മൾ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി നല്ലൊരു അടിപൊളി ഓണാഘോഷം ചെയ്യാൻ പോവാണ്. ഓണസദ്യയും കളികളുണ്ടോ അറിയില്ല. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഓരോ കാഴ്ചകളിലേക്ക് കാണാം. ഇപ്പൊ വീട്ടിനകത്ത് ഫുള്ള് ആൾക്കാർ ഇത് അറേഞ്ച് ചെയ്യുന്നതിന്റെ തിരക്കിലൊക്കെയാണ്, ഒച്ചയും ബഹളമൊക്കെയാണ്. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. ഫസ്റ്റ് എന്നതാ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിക്കുട്ടിയായിട്ട് സ്വാമോൻ MBBS വന്ന് നിൽക്കുന്നുണ്ട്. ആദർശും മോനും നന്ദിനിക്കുട്ടി, അയ്യോ സോറി ശ്രുതി. ഇവിടെ ഫോട്ടോ എടുപ്പിന്റെ തിരക്കാണ്. നല്ലൊരു പൂക്കളം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ബോംബായിട്ട് ബ്ലോഗും ചെയ്തുകൊണ്ട് നടക്കാൻ പോവാണ്. ഹാപ്പി ഓണം. ബബുവിന്റെ വീട്ടിലാണ് നമ്മുടെ ഓണം ഇന്ന്. ഇതാണ് നമ്മുടെ കുക്കിംഗ് എക്സ്പേർട്ട് മെറിൻ ചേച്ചി. ഇവിടെ ഭയങ്കര ഹെൽപ്പിങ് കാര്യങ്ങളൊക്കെയാണ്. ബബുവാണ് നമ്മുടെ ഫുൾ സ്പോൺസറും കാര്യങ്ങളും എല്ലാത്തിനും. ശ്യാമിലി, പ്രനീഷ, എല്ലാവരും, ധനീഷേട്ടൻ, ടോണി. പിള്ളേർക്ക് ഇവിടെ കളിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പേപ്പർ വാഴയിലയിൽ കഴിക്കില്ല, ഒറിജിനലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വാഴയിലേക്ക് അറേഞ്ച് ചെയ്ത് ഫുഡാണിന്ന്. നമുക്ക് സദ്യക്കുള്ള ഐറ്റംസ് ഇവിടെ ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു സദ്യയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. 2 കൂട്ടം 3 കൂട്ടം പായസം തോന്നുന്നു അല്ലേ? സത്യം, എല്ലാ കറികളും ഉണ്ട്. സദ്യ തുടങ്ങുമ്പോൾ ആൾക്കാർ മറ്റേ ഡോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്ന പോലെ ഈ നിൽക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള നിപ്പാണ് ഈ കാണുന്നത്. ഓരോ ഫാമിലി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ടേബിൾ സെറ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് കാണാം. തകൃതിയായിട്ടുള്ള സദ്യ വിളമ്പലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് പേപ്പർ വാഴയിലേക്ക് കൊണ്ട്. വലിയവർക്ക് ആക്ച്വൽ വാഴയല്ല. മെറിൻ ചേച്ചി ആദ്യമേ കയറി ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരു സുഖമാണ് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും കൂടെ ഒന്ന് കൂടി എല്ലാവരും വിളമ്പുന്നു, എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നു, എല്ലാവരും കൂടെ കഴിക്കുന്നു. അങ്ങനെതാ ഒരു രസമുള്ളൊരു പരിപാടിയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുന്ന പോലെയാണ്. തിരക്ക് പിടിച്ചതാ എല്ലാവരും വിളമ്പാണ്. ജിതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടി നടക്കുന്നുണ്ട്. സംഭവം വിളമ്പുന്നൊന്നുമില്ല, എന്തൊക്കെയോ കാണിച്ച് ഓടി നടക്കുകയാണ് ജിതിൻ. ഇവിടെ വിളമ്പുന്നതിന്റെ ഇടയിൽ ഫുഡ് അടി നടക്കുന്നുണ്ട്. പോസ്റ്റ് ബബുവേട്ടൻ വലിയ ഡിസ്കഷനൊക്കെയാണ്. രസം അവസാനം വേണോ, സാമ്പാർ ആദ്യം വേണോ എന്നുള്ള ഡിസ്കഷൻ. ഏകദേശം 23 കൂട്ട് സദ്യയാണ് നമ്മളിതാ കഴിക്കാൻ പോകുന്നത്. ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ കൂടി ഓണസദ്യ കഴിക്കുന്നത് കാണാം. ഈ ഒരു ഒത്തൊരുമയാട്ടോ ഏറ്റവും രസം. എല്ലാവരും കൂടെ കാര്യമായിട്ട് വിളമ്പുന്നതാണ്ടോ. നമുക്കിങ്ങനെ കാര്യമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സപ്ലയർ സാമ്പാർ താങ്ങൂ എന്ന് പറഞ്ഞ് സ്വാതി സാമ്പാർ കഴിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. റോഹനേട്ടനാണ് എല്ലാവർക്കും മോരൊഴിച്ചു കൊടുക്കുന്ന ആള്. രണ്ടാമത്തെ സെറ്റ് ആൾക്കാർ ഇരുന്നിട്ടും ഒരാൾ ഇവിടെ ഇരുന്നിട്ട് പായസം കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ വന്നാലും പോയാലും ഞാൻ എഴുന്നേക്കില്ല എന്ന് ഉറച്ച് മെറിന് ഇവിടെ ഇരുന്ന് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ നല്ല എൻജോയ് ചെയ്ത് സദ്യ കഴിക്കുന്നത്. ഫസ്റ്റ് പരിപ്പും നെയ്യും കൂട്ടി അടിക്കാൻ പോകുന്നു. ഫുൾ വിഭവ സമൃദ്ധമായ സദ്യ. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഇരിക്കാൻ പറ്റിയതാ. ഇങ്ങനെ എല്ലാം കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. എൻ്റെ അമ്മോ. ചുറ്റും പുതിയ സെറ്റ് ഓഫ് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോഴും മെറിനും നന്ദിനിക്കുട്ടി തന്നെ ഇരിക്കുന്നുണ്ട്. സ്വാതിനെ ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിട്ട് അവളുടെ അതേ സീറ്റിലിരുന്നാണ് ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ഓണത്തിന്റെ റിവ്യൂ ആണ് നിങ്ങളിവിടെ കേട്ടോണ്ടിരിക്കുന്നത്. സംഭവം ഇവർ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സദ്യക്ക് ശേഷം ഉജ്ജ്വലമായ ഒരു വടംവലി മത്സരമാണ് നടക്കാൻ പോകുന്നത്. വടവും കൊണ്ട്
ടീം പോകുന്നുണ്ട്. വടം വലിക്കാനുള്ള ആൾക്കാർ മുഴുവൻ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. മെറിനാണ് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ? മെറിന് ഷാജി പാപ്പൻ ടീമിന്റെ ക്യാപ്റ്റനായ മെറിനാണ് ഈ പോകുന്നത്. വടംവലി മത്സരം എനിക്ക് പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമോൻ MBBS പോകുന്നുണ്ട്. ആക്ഷൻ മാത്രം കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വമ്പിച്ച വടംവലിയാണ് നടക്കാൻ പോകുന്നതാ. ആൾക്കാർ ഫുൾ തയ്യാറെടുത്ത് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പ്ലാനൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് ഇത്രയും കാര്യമായിട്ട് സെലിബ്രേഷനൊക്കെ. നമ്മൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഒന്നിലും പങ്കെടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഫുൾ എൻജോയ്മെൻറ്റും എല്ലാവരും ഒരു ഫാമിലി പോലെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാണിതാ. ആവേശോജ്വലമായ വടംവലി തുടങ്ങാൻ പോവുകയാണിതാ. എല്ലാവരും റെഡി ആയിട്ട് വടമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് ടീം 1, അനിയംബാവ ടീം അല്ലേ? ഇത് അനിയംബാവ ടീം. ചേട്ടൻബാവ ടീമിനെ നമുക്ക് കാണാം. റോഹൻ ഇവിടെ എല്ലാവരും ഉപദേശിക്കുന്നുണ്ട് എങ്ങനെ വടം വലിക്കണം എന്നുള്ള പറഞ്ഞിട്ട്. ഇതാണ് ചേട്ടൻബാവ ടീം. ജിതൻ ഇതും കൊണ്ട് ഞാൻ പോവുകയാണെന്നുള്ള ഭയത്തിൽ നിൽക്കുന്നുണ്ട്. എനിക്കിത് വേണം, ഞാനിങ്ങനെ എടുക്കുക. ആവേശോജ്വലമായ വടം വലിപ്പ് തുടങ്ങാൻ പോകുന്നു. ഒരാൾ വടം വലിച്ച് തുടങ്ങി ഇവിടെ നേരത്തെ. വടംവലി മത്സരം തുടങ്ങി. ഒറ്റ വലിയില് ചേട്ടൻബാവ ടീമിനെ പൊട്ടിച്ച് അനിയൻബാവകൾ മുമ്പോട്ട്. വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങള്. വിക്ടറി ടീം ഇവിടെ ആഘോഷിക്കുന്നു. സംഭവം വേഗം തീർന്നല്ലേ. തോറ്റ ടീം ഇവിടെ എന്താ പറ്റിയെന്നുള്ള ഡിസ്കഷനിലാണ്. തോറ്റ ടീം പുതിയ സ്ട്രാറ്റജി ആയിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ആണുങ്ങളെല്ലാം മുമ്പിൽ നിൽക്കുന്നു. വീണ്ടും 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 ജയിച്ച ടീം. തോറ്റ ടീമിന് എങ്ങനെയുണ്ട്? സന്തോഷമായോ? മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും വീണ്ടും നിരനിരയായി നിൽക്കുന്നുണ്ട്. ബാബു ഇപ്രാവശ്യം ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഇതെല്ലാം വലിച്ചു മറിച്ചിടും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ബാബു. ഇതിന്റെ ഒക്കെ ഇടയിൽ മെറിൻ എന്തിനു വേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാർ. ടോണി ആൻഡ് ടീം ഇവിടെ ഫുൾ റെഡിയായി നിൽക്കുന്നുണ്ട്. 2 തവണ ജയിച്ച് മൂന്നാമത്തെ തവണയും വീണ്ടും ജയിക്കാൻ വേണ്ടി ടീം ഇവിടെ റെഡിയായി നിൽക്കുന്നു. ജയിച്ച ടീമിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജയിച്ച ടീം. നമ്മുടെ തോറ്റ ടീം അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. പക്ഷെ കഷ്ടപ്പെട്ട് വലിച്ചിട്ടുണ്ട് തോറ്റെങ്കിലും. ഇതാണ് നമ്മുടെ തോറ്റ ടീം. വടംവലിയിൽ തോറ്റതിന്റെ സന്തോഷമാണ് കാണുന്നത്. വമ്പിച്ച വടംവലിക്ക് ശേഷം ഇവിടെ ലെമൺ റൈസ് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തകർക്കും എന്ന് പറഞ്ഞ് ശ്യാമിൽ ചിരിച്ചു നിൽക്കുന്നു. ലെമൺ റൈസ് തുടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് റൂബൻ. റൂബൻ ഫസ്റ്റ് ആയിരിക്കുന്നു. റൂബൻ ഏർലി വിക്ടറി ആഘോഷിച്ചുകൊണ്ട് റൂബന് കിട്ടിയില്ല. കമോൺ കമോൺ ബാബുട്ടാ. നന്ദിനി കുട്ടി റെഡി ആവുന്നുണ്ട്. ചിരിച്ചതാണെങ്കിൽ മെറിൻ ചേച്ചി. ടോണി ഇവിടെ സിഗാർ വെക്കുന്ന പോലെ വെച്ച് നിൽക്കുന്നുണ്ട് ടോണി. ഇതിൽ ആര് ജയിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും. കമോൺ കമോൺ ബാബു കമോൺ. ബാബു വടംവലിയിൽ തോറ്റതിന്റെ സങ്കടം മാറ്റാൻ വേണ്ടി ലെമൺ റൈസ് ജയിച്ചിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ജയിക്കുന്ന ആള് ലാസ്റ്റ് മത്സരിക്കും. ബ്രൗൺ 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 ബ്രൗൺ. നമ്മുടെ അടുത്ത ടീം റെഡി ആയിട്ടുണ്ട്. മിസ്റ്റർ അശോക്. അശോകാണ്. ജയിച്ചോടാ. അടുത്ത ടീം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ജിതിൻ ഞാൻ തകർക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. കമോൺ. കണ്ട ഒരു ഹൈഫൈ പോലും പറയാൻ പറ്റുന്നില്ല അവനിതാ.
ശരിക്കും കേട്ടോ, ഈ മത്സരങ്ങളൊക്കെ കാളും കൂടുതൽ നമ്മൾ ഇതിലൊക്കെ ഒരു പാർട്ടാവുമ്പോൾ നമുക്ക് എന്തൊക്കെയോ മിസ്സായിട്ടുണ്ടായിരുന്നു മുമ്പ് എന്നൊരു തോന്നല്. ഇപ്പം എല്ലാവരും കൂടി ഒരു ഫാമിലി ആയിട്ട് ഇവിടെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. പണ്ടൊക്കെ ആയിരുന്നു നാട്ടിൽ ഓണം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് ഇങ്ങനെ തിരക്കും ജോലിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രസം. ഇവിടെ നമ്മൾ ഈ പരിപാടി എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കോർഡിനേറ്റേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ ഗെയിമിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യും. ഇപ്പൊ നാരങ്ങയും ഈ പറഞ്ഞ പോലെ സ്പൂണൊക്കെ കൊണ്ടുവന്ന് മെറിന തോന്നുന്നു നമ്മുടെ ഈ സ്പൂൺ റേസിന്. ബാക്കി വടം കുറേ ആൾക്കാർ കൊണ്ടുവന്നു. ഇനി ബിസ്ക്കറ്റ് കടി മത്സരം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മത്സരങ്ങളുണ്ട്. രാത്രി 12 മണി വരെ ഇവിടെ വേണം എന്നാണ് ബബുവിന്റെ നിയമം. ഓട്ട മത്സരത്തിന് തയ്യാറായി നിൽക്കുന്ന അടുത്ത ടീമിനെ നമുക്കിവിടെ കാണാം. എവിടെ വരെ ഓടണം, എങ്ങനെ ഓടണം എന്നൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൻ ഓട്ട മത്സരമാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടുത്തെ ക്യാമറ ആൾക്കാര്. ഇടി കൊള്ളു എന്നുള്ള പേടിച്ചിട്ടാണ് ക്യാമറ പിടിച്ചോണ്ട് പോകുന്നത്. ഗേൾസിന്റെ ഓട്ട മത്സരത്തിന് ശേഷം എന്താ എല്ലാരും കൂടെ നിരന്ന് നിൽക്കുന്നുണ്ട്. വൻ ഓട്ടമാണ്. അടുത്ത റൗണ്ട് നടക്കുകയാണ്. ഇത് ശരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ 2 ആൾക്കാർ തമ്മിലുള്ള മത്സരമായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആരാണ് വിന്നർ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാം. പ്രാക്ടീസ് ആണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കൂടെ വൻ പ്രാക്ടീസ് ആണ് ഇവിടെ. അടിപൊളി ഒരു തിരുവാതിരക്കളിയും അതിന്റെ കൂട്ടത്തിൽ നല്ലൊരു ഡാൻസും. അടുത്തത് മിഠായി പെറുക്കൽ കോമ്പറ്റീഷന്റെ കോർഡിനേറ്റർ ഇവിടുന്ന് അത് ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണുന്നത്. അവിടെ ടീം വർക്ക് കാണാം. സുന്ദരിക്ക് പൊട്ടുതൊടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുന്ദരി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. പൊട്ട് തൊടേണ്ട ആള് പൊട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. ടീം 1 ആണ്. ടീം 1നെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആള് ഇതാ പൊട്ട് തൊടാൻ വേണ്ടി പോകുന്നുണ്ട്. അളന്നു മുറിച്ച് അവൻ ഏകദേശം അടുത്തൊട്ടിച്ചിട്ടുണ്ട്. ഇയാനാണ് അടുത്ത് ഒട്ടിക്കുന്ന ആള്. ഗുഡ് ജോബ്. പൊട്ടും കൊണ്ട് അടുത്ത ആളുതാ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. കറക്റ്റ് സ്ഥലത്ത് പൊട്ട് തൊടും എന്നുള്ള വാശിയിൽ അമ്മായി തൊട്ടിരിക്കുന്നത് തലയിലാണ്. രമചേച്ചി സുന്ദരിക്ക് പൊട്ടുവിടാൻ വേണ്ടിയിട്ട് ചുമരിൽ പോയി ഇടിച്ച് ചുമര് തപ്പി നടക്കുന്നുണ്ട്. കൈമാറ്റിക്കോ. ചേച്ചി പൊട്ട് തൊട്ട് കൊടുത്തിരിക്കുന്ന കണ്ണിനകത്ത് സ്ലോ മോഷനിൽ ബ്രൗൺ പോയിട്ട് സുന്ദരിക്ക് പൊട്ടുവിടാൻ വേണ്ടി പോവാണ്. അളന്ന് നോക്കി
ഞാൻ കറക്റ്റ് സ്ഥലത്തെ പൊട്ട് തൊട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രൗൺ ബ്രൗൺ ഇസ് ദ വിന്നർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഓരോ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഫേർട്ട് ഓരോരുത്തർക്ക് കുറവാണ്. ഇപ്പൊ ടോണിയും ശ്യാമിലിയാണ് കസേര കളീൻ്റെ ആൾക്കാർ. അപ്പോൾ അവരതൊക്കെ സെറ്റ് ചെയ്യാണ്, അവരത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളായിരുന്നു സുന്ദരിക്ക് പൊട്ട് തൊടലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോസ്റ്ററൊക്കെ പ്രിന്റ് ചെയ്ത് കുറച്ച് പൊട്ടൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. കോമ്പറ്റീഷൻ മുറുകിക്കൊണ്ടിരിക്കുന്നു. ആര് ജയിക്കും, ആര് തോക്കും? വൻ മത്സരം. വിന്നർ സ്വാതി. നടക്കാണ്. അയ്യ, തല കിടക്കുന്നു. ബ്രേക്കിന്റെ സമയത്ത് സുസി പോയി നമുക്ക് എല്ലാവർക്കും ചായ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തിരിക്കുമ്പോൾ പോലും മെറിൻ അവിടെ മൈക്ക് വിടാണ്ട് പാട്ട് പാടാൻ പോവാണ്. ആരും നിർബന്ധിച്ചിട്ടില്ലെങ്കിലും അവൾ ഒറ്റയ്ക്ക് പാടിക്കോളും. വിഷമം കടിച്ചമർത്തി ജിതിനിരിക്കുന്നത് കാണാം ഇവിടെ. മെറിന്റെ പാട്ട് അവസാനം ഒരു അന്താക്ഷരിയായി മാറിയിരിക്കുകയാണ്. അമ്മായി ഇപ്പൊ അന്താക്ഷരി നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. അന്താക്ഷരിക്ക് ശേഷം ഇവിടെ പുതിയ ഗെയിമാണ്. ബലൂൺ മുകളിലേക്ക് എറിഞ്ഞ് കപ്പുകൾ കൊണ്ട് പിരമിഡ് ഉണ്ടാക്കണം. ജിതിൻ ജയിച്ചിരിക്കുന്നത്. പുതിയ രണ്ടാൾക്കാര് മാച്ച് ഇവിടെ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ബ്രൗൺ ജയിച്ചിരിക്കുന്നു. നേരത്തെ ബ്രൗൺ ചീറ്റ് ചെയ്തുകൊണ്ട് ആദ്യം തൊട്ട് വീണ്ടും കളി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ പുതിയ രണ്ട് കപ്പിൾ വന്നിട്ടുണ്ട്. ബാബുവും പ്രണീഷയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻജോയ് ചെയ്യുന്ന പോരാട്ടം. ടോണിയും ശ്യാമിലിയും തമ്മിലുള്ള മത്സരം. പുതിയൊരു കളിയാണ്. ബലൂൺ കൊണ്ട് ഗ്ലാസുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അച്ഛനെ മോൻ തോപ്പിച്ചിരിക്കുന്നു.
അടുത്തത് പഞ്ചഗുസ്തി മത്സരമാണ്. ഇതുവരെ ഇരുവരും വിട്ടുകൊടുത്തിട്ടില്ല. ആ, വാശിയേറിയ മത്സരമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ആ, മല്ലന്മാർ തമ്മിലുള്ള മത്സരം. ലെമൺ റൈസിന് ശേഷം ബബുവിന്റെ അടുത്ത വിജയം. ബലൂൺ കൊണ്ടുള്ള ഗെയിമൊക്കെ കഴിഞ്ഞ് ജിതിന്റെ വക അപ്പം കടി മത്സരം. ജിതിന് ഇവിടെ ബിസ്ക്കറ്റ് കോർത്ത് അപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കടി മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പങ്കടി മത്സരത്തിൽ ഫുഡടിന്റെ കാര്യത്തിൽ സ്വാധീനം വല്ലാൻ ആരുമില്ല. പിള്ളേരുടെ അപ്പങ്കടി മത്സരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പങ്കടി മത്സരത്തിന് ശേഷം ബോൾ പാസിംഗ് ഗെയിമാണ് മെറിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ഗെയിമാണ് ഇന്നത്തെ. ഇനി സമ്മാനദാന ചടങ്ങാണ്. എല്ലാ ഗെയിമും കഴിഞ്ഞിട്ട് ഓരോ ഗെയിമിലും വിന്നറിനുള്ള സമ്മാനദാനം. ലെമൺ റൈസ് വിന്നർ സുന്ദരിക്ക് പൊട്ടുതടലിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ബ്രൗണിന് മമ്മി സമ്മാനം കൊടുക്കുന്നു. കുടുംബത്തിലേക്ക് ഒരു ട്രോഫി വന്നതാണ് നമ്മുടെ. പഞ്ചഗുസ്തി മത്സരത്തിൽ ഗേൾസിലെ വിന്നർ അനീന. ബോൾ പാസിംഗ് ഗെയിമിൽ ഡെനുവിന് സമ്മാനം കൊടുക്കുന്ന അമ്മ. അപ്പങ്കടി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന് സ്വാതി. 2 ട്രോഫി മേടിച്ചിരിക്കുന്ന സ്വാമോൻ. വിന്നേഴ്സ്. അങ്ങനെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു DJ നൈറ്റ് പോലെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കൂടെ തുള്ളിച്ചാടി കളിച്ച് ആഘോഷാക്കാൻ. ഇവിടെ എല്ലാവരും കൂടെ പാർട്ടി പ്രോപ്സ് റെഡിയാക്കുന്നത് കാണാം. ടോണി അങ്ങോട്ട് സുന്ദരനായി
അതെ, മെറിൻ ചേച്ചി പാർട്ടീൻ്റെത്. ഇവിടെ പാർട്ടി ഫുൾ പാർട്ടി പ്രോപ്സ് ആണ്. പാർട്ടി മോഡിലുള്ള ബബുവിനെ എന്നെയും കാണാം. അതെ, പാർട്ടിക്ക് വേണ്ടിയുള്ള മെയിൻ അട്രാക്ഷൻ സാധനങ്ങൾ അവിടെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. പരിഷ്കാരി ആദർശനെ കാണാം. ബ്രേസ്ലെറ്റ്, മാല, കമ്മല്, കണ്ണാടി, എന്തൊക്കെയല്ലേ. പാർട്ടിക്ക് റെഡി ആയിട്ട് എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബ്രൗൺ ആപ്പാളെ മാല മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പരിഷ്കാരി സ്വാതിനെ കാണാം. കണ്ണാടിയൊക്കെ വെച്ച് ഒരുത്തി പാർട്ടി മോഡിൽ വെള്ളം കുടിക്കുന്ന കാണാം. എന്താ സുന്ദരി, അങ്ങ് സുന്ദരിയായി. കെട്ടിയവന് കമ്മലും മാലയും എല്ലാം, കെട്ടിയവൾക്കും കണ്ണാടിയും മാലയും. ഫുൾ വൈബ് കേട്ടോ, ഫുൾ വൈബിലാണ് ഇവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഫുൾ വൈബിൽ ഇതാ കണ്ണാടിയും മാലയൊക്കെ ഇട്ട്. അങ്ങനെ ശരിക്കും സംഭവ ബഹുലായ ഒരു ഡേ ആയിരുന്നു കേട്ടോ അല്ലേ. നമ്മള് ഫുൾ ഓണത്തിന്റെ എന്താ പറയാ മൊത്തമായിട്ടുള്ള ഒരു വൈബ് ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ബാംഗ്ലൂർ അല്ല, ഏകദേശം 10-12 കൊല്ലമല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഓണം ആഘോഷിച്ചിട്ട്. കോളേജിൽ ആ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ആഘോഷിച്ചിട്ടുണ്ടാവും ഈ ടൈപ്പ് ഒരു ഓണവും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇത്രയും ഒരു ഫാമിലി പോലെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തൊരു ഡേ വേറെ ഉണ്ടായിട്ടില്ല. സോ വെരി വെരി ഹാപ്പി. നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ താങ്ക് യു, ബൈ.